بسم الله الرحمن الرحيم بسم الله الرحمن الرحيم وبه قال الشيخ الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى ونفعنا بعلومه. حدثنا يعقوب بن إبراهيم قال حدثنا ابن علي عن عبد العزيز بن سهيب عن أنس رضي الله عنهم عن النبي صلى الله عليه وسلم. وحدثنا آدم قال حدثنا شعبة عن قتادة عن أنس رضي الله عنهم أنه قال النبي صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുഅ്മിനീങ്ങൾക്കുള്ള കടപ്പാട് അത് വിശദീകരിക്കുന്ന ഒരു മഹത്തായ ഹദീസാണ് ഈ ബാബിൽ കൂടെ നാം ഓതിക്കൊണ്ടിരിക്കുന്നത്. ഒരാളെ സ്നേഹിക്കാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എന്തെല്ലാം കാരണങ്ങളുണ്ടോ ആ കാരണങ്ങൾ മുഴുവനും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സമ്മേളിക്കുകയും മാത്രവുമല്ല, ഒരു മനുഷ്യൻ്റെ അവൻ്റെ സ്വയം ഉയർച്ചയുടെ, സ്വയം താൽപര്യത്തിൻ്റെ അക്സയായ ഓയത്തായ അവൻ്റെ ശരീരത്തിനിക്ക് യാതൊരു വിഷമവും ബുദ്ധിമുട്ടും അനുഭവിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലിഖാ ലഭിക്കുക, അതിനിക്ക് ഉതകുന്നത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം മുഖേന അള്ളാഹുവിനെ മനസ്സിലാക്കലാണ്. ഞാൻ പറഞ്ഞു യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എന്ന് പറഞ്ഞാൽ ദുന്യാവിലുള്ള ബുദ്ധിമുട്ടുകൾ അത് ഉയർച്ചയിലേക്ക് വരുമ്പോൾ ഏതൊരു സാധനത്തിനും അതിനക്ക് ബുദ്ധിമുട്ട് വേണം, അത് സ്വാഭാവികമായതാണ്. പലപ്പോഴും നാം പറയുന്നത് പോലെ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം അത് രാജാവിൻ്റെ അരയിലേക്ക് വരണമെങ്കിൽ അത് ധാരാളം തീയിൽ കിടക്കേണ്ടതുണ്ട്. ചുറ്റിക കൊണ്ടുള്ള മേട്ടം സഹിക്കേണ്ടതുണ്ട്. എന്നിട്ട് അതിനെ രാഗി വെളുപ്പിച്ച് സുന്ദരമാക്കി പല ഭാഗങ്ങളും വെട്ടി ഒഴിവാക്കി എന്നിട്ടത് വാളോ കത്തിയോ ആക്കി അതൊരൊറയിലിട്ട് പിന്നീടാണ് അതിൻ്റെ സ്ഥാനം കൂടുന്നത്. അത് സ്വാഭാവിക, അത് ഉയരുന്നത് വരേക്കും ചില ബുദ്ധിമുട്ടുകൾ വരും. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലിഖാ ലഭിച്ച് അല്ലാഹു തആലാനെ വേണ്ടതുപോലെ ആസ്വദിക്കണമെങ്കിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂർണ്ണ മഹബ്ബത്ത് മനസ്സിൽ ഉദിക്കണം, അപ്പോഴേ അത് ലഭിക്കുള്ളൂ. ആ പൂർണ്ണ മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ മക്കളോടോ മാതാപിതാക്കളോടോ സ്വന്തം നഫ്സിനോടോ മറ്റുള്ളവരോടോ എല്ലാത്തിനേക്കാളും കൂടുതലുള്ളതായി വരണം. അതാണ് ഈ ഹദീസിൽ കൂടെ സൂചിപ്പിക്കുന്നത്. ഈ ഹദീസിൻ്റെ റാവികൾ 2 സനദാണുള്ളത്. ഒന്ന് യാക്കൂബ് ബിൻ ഇബ്രാഹിം എന്നവർ, അവരുടെ പേര് അബൂ യൂസുഫ് എന്നാണ്. ആ സനദിൽ 2 സനദിലും കൂടിയായിട്ട് 7 ആളുകളാണുള്ളത്. അബൂ യൂസുഫ് യാക്കൂബ് ബിൻ ഇബ്രാഹിം ബിൻ കസീർ ബിൻ സയ്യിദ് ബിൻ അഫ്ലഹ് അദ്ദൗറഖി അൽ അബ്ദി. അബ്ദി എന്നും പറയുന്ന സംബന്ധിച്ച് അബ്ദലി എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. അഹ്മദ് ബിൻ ഇബ്രാഹിം എന്നവരുടെ സഹോദരനാണ്
ഇവരാണെങ്കിൽ അബൂ യൂസുഫ് എന്നവർ അഹ്മദ് ബിൻ ഇബ്രാഹിം എന്ന ഒരു മുസ്നദ് രചിച്ചവരാണ്. അവരുടെ ജ്യേഷ്ഠ സഹോദരനാണ്. വകാന സിഖത്തൻ ഹാഫിളൻ മുത്തഖിനാ റഅൽ ലൈസ, ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ്. വസമിഅ ഇബ്നു ഉയൈന വൽ ഖത്താൻ, ഇബ്നു ഉയൈനയും യഹ്യൽ ഖത്താൻ എന്നിവരെയും യഹ്യ ബിൻ അബീ കസീർ എന്നിവരെയും അതുപോലെയുള്ള വലിയ വലിയ മഹാന്മാരൊക്കെ നിന്ന് ഹദീസ് പഠിച്ചിട്ടുണ്ട്. യാക്കൂബ് എന്നവർ അവരെ ശിഷ്യന്മാരായിട്ട് അവരുടെ സഹോദരനുണ്ട്. അതുപോലെ അബൂ സുർഖത്തുർ റാസി ഉണ്ട്, അബൂ ഹാത്തിമുണ്ട്, അതുപോലെയുള്ള വലിയ വലിയ മഹാന്മാരുണ്ട്. ഹിജ്റ 252 യാക്കൂബ് എന്നവരുടെ വഫാത്ത്. രണ്ടാമതായി സനദിൽ പറയുന്നത് യാക്കൂബ് എന്നവരുടെ ഉസ്താദ് ഇമാം ബുഖാരിയുടെ ഉസ്താദിൻ്റെ ഉസ്താദ് ഹദ്ദസന ഇബ്നു ഉലയ്യ എന്നവരാണ്. ലോകപ്രസിദ്ധനായവരാണ് അവർ. ഉലയ്യ എന്നാണ് വായിക്കുക. ബിളമ്മിൽ ഐനിൽ മുഹ്മല, പുള്ളില്ലാത്ത ഐനിക്ക് ലമ്മ കൊണ്ട്, വഫത്ഹിൽ ലാമി വതസ്ദീദിൽ യായി ഉലയ്യ, ലാമിന് ഫത്ത് യാന് സദ്. അവരുടെ പേര് ഇസ്മായിൽ എന്നാണ്. ഇസ്മായിൽ ഇബ്നു ഉലയ്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇബ്നു ഉലയ്യ എന്നും പറയും. ഉലയ്യ എന്നത് അവരുടെ ഉമ്മയാണ്. ഉമ്മാൻ്റെ പേരാണ് ഉലയ്യ. അവരുടെ പിതാവ് ഇബ്രാഹിം ബിൻ സഹിൽ ബിൻ മിക്സം അൽ ബസരി അൽ അസദി. അവർ നാട് അവരുടെ അസിൽ കൂഫക്കാരാണ്. ഇവരുടെ ഉമ്മ ഉലയ്യ എന്നവർ വലിയ ബുദ്ധിമതിയും, വകാനത്ത് ഉമ്മുഹു ഉലയ്യ നബീലത്തൻ ആഖിലത്തൻ. അതാ ഉലയ്യയിലേക്ക് ചേർക്കാനുള്ള കാരണം ഉമ്മ വലിയ ബുദ്ധിമതിയായിരുന്നു, വളരെ കൂർമ്മ ബുദ്ധിയുള്ളവരായിരുന്നു. സാലിഹുൽ മുസ്സി ഇങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാർ, ബസറയിലെ അന്നത്തെ കാലത്തുള്ള വലിയ വലിയ നേതാക്കളും അവിടുത്തെ പണ്ഡിതന്മാരും ഉലയ്യ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് കയറി വരികയും അവരോട് ഹദീസുകൾ ചോദിക്കുകയും മസ്അലകൾ ചോദിക്കുകയും ചെയ്യൽ പതിവായിരുന്നു. ആര് അവരുടെ അടുക്ക് വന്നാലും തൃപ്തിയായേ പോവുള്ളൂ. കാരണം അത്രയും ഇൽമിൻ്റെ ഒരു നിറകുടമായിരുന്നു ഉലയ്യ എന്നവർ. കേളി കേട്ടവരായിരുന്നു. ധാരാളം ശിഷ്യന്മാരുള്ളവരാണ് ഉലയ്യ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ എന്നവരെ ഉലയ്യ എന്നവരിലേക്ക് ചേർത്തിട്ട് ഉലയ്യൻ്റെ മകൻ എന്ന പേര് അറിയപ്പെടുന്നത്. കാരണം അതിന് മാത്രം ഉള്ളവരാണ് അവർ. ബഹുമാനപ്പെട്ട ഇമാം ശുഅബ റളിയല്ലാഹു അൻഹു പറയല് ഉലയ്യ എന്ന ഇബ്നു ഉലയ്യനെ പറ്റി പറയല് സയ്യിദുൽ മുഹദ്ദിസീൻ. സയ്യിദുൽ മുഹദ്ദിസീൻ എന്ന പേരാണ് അവർക്ക് ശുഅബ റളിയല്ലാഹു അൻഹു കൊടുക്കൽ. പലർക്കും അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞ മാതിരി ഇവരുടെ പേര് സയ്യിദുൽ മുഹദ്ദിസീൻ എന്ന പേരിലാണ് ഇസ്മായിൽ ഇബ്നു ഉലയ്യ അറിയപ്പെടുന്നത്. അവരെ വിളിക്കുന്ന പേര് അബൂ ബിശ്ർ എന്ന പേരിലാണ് അറിയപ്പെടൽ. അവർ ജനിക്കുന്നത് ബഹുമാനപ്പെട്ട അസം ബസരി റളിയല്ലാഹു അൻഹു മരിച്ച ഹിജ്റ 110 അതേ വർഷത്തിൽ ഹിജ്റ 110. അവിടെ വഫാത്ത് നടക്കുന്നത് 193 വഫാത്ത്. ബഗ്ദാദിലാണ് ഖബറുള്ളത്. ബഹുമാനപ്പെട്ട മുഹദ്ദിസ് സിയാസിത്തനിൽപ്പെട്ട ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയലുണ്ട്, മാ അഹദും മിനൽ മുഹദ്ദിസീന ഇല്ലാ വഖദ് അഖ്താ ഇല്ലാ ഇസ്മാഈൽ ഇബ്നു ഉലയ്യ വബിശ്ർ ഇബ്നുൽ മുഫദ്ദൽ. മുഹദ്ദിസീങ്ങളെ പറ്റി നമ്മൾ ആരെ പറ്റി പഠിച്ചാലും എന്തെങ്കിലും തെറ്റ് ആർക്കെങ്കിലും എപ്പോഴൊക്കെ വരലുണ്ട്. എന്നാൽ ആ തെറ്റ് സംഭവിക്കാത്ത ആളാണ് ഇസ്മായിൽ ഇബ്നു ഉലയ്യ എന്നവരും ബിശ്ർ ഇബ്നുൽ മുഫദ്ദൽ എന്നവരും. യൂനുസ് ഇബ്നു മുക്കൈർ എന്നവർ പറയാണ്, സമയത്ത് ശുഅബത യഖൂലു ഇസ്മാഈൽ ഇബ്നു ഉലയ്യ സയ്യിദുൽ മുഹദ്ദിസീൻ. നമ്മൾ പറഞ്ഞു പോയി. അംർ ഇബ്നു സുറാറൻ നൈസാബൂരി പറയാണ്, ഞാൻ ഇബ്നു ഉലയ്യൻ്റെ കൂടെ 14 വർഷം കൂടിയിട്ടുണ്ട്. പക്ഷേ അവര് പുഞ്ചിരിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. ഇത് വിശദീകരിച്ചു ഈ പറഞ്ഞ വിഷയമല്ലാതെ ഹബീർ സിയറ അലാമിൻ നുബലായിലുള്ളതാണ്.
ദഹബി പറയാണ്, ഇത് ചിരിച്ച് ആരോ മുഖത്ത് നോക്കിയിട്ട് ഒരിക്കലും പുഞ്ചിരിച്ചിട്ട് പോലും ഇല്ലാതെ മധുകല്ലല്ലോ. പിന്നെ അത് മധുക ആവണമെങ്കിൽ അവരെ പറ്റിയുള്ള എന്തുകൊണ്ട് പുഞ്ചിരിച്ചില്ല എന്നറിയണം. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖശിയത്ത്, ഖൗഫ് കൂടിയവരായതിൻ്റെ പേരിൽ നരകവും അതുപോലനുബന്ധിച്ചുള്ള അദാബുകളും അവരുടെ സ്വന്തം നഫ്സിൻ്റെ അവസ്ഥകളിലേക്കും നോക്കി അതിൽ സ്വകലായത് കാരണം അവർക്ക് ചിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതാണ് സംഭവം. അത്രയും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മഹാനായിരുന്നു. ഇബ്നു ഉലയ്യ റളിയല്ലാഹു അൻഹുവിന് ധാരാളം മക്കളുണ്ട്. അതിൽ പ്രധാനികളാണ് ദിമിഷ്കിലെ ഖാദിയരായിരുന്ന അബൂബക്കർ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ഉലയ്യ, ഇമാം നസായിൻ്റെ എല്ലാം ഉസ്താദായിട്ടുള്ളവർ. അതുപോലെ ഹമ്മാദ് ബിൻ ഇസ്മായിൽ, അവരും കാര്യമായ ആളാണ്. ഇമാം മുസ്ലിമിൻ്റെ ഉസ്താദാണ് ഹമ്മാദ് ബിൻ ഇസ്മായിൽ ബിൻ ഉലയ്യ എന്നവർ. പിന്നെ വേറൊരു മകനുണ്ട്, ഇബ്രാഹിം ബിൻ ഇസ്മായിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മകനുണ്ട്. അതിനെപ്പറ്റി താരീഖിൻ്റെ ആളുകൾ പറഞ്ഞ ശൈത്താനായിരുന്നു എന്നാണ്. കാരണം പരിശുദ്ധ ഖുർആൻ മഖ്ലൂക്കാണ് എന്ന് പറയുകയും അതിനു വേണ്ടി മുനാദറക്ക് നടക്കുന്ന ആളായിരുന്നു. ബാക്കിയുള്ള മക്കളെല്ലാം വളരെ ഉത്തമരാണ്. ബഹുമാനപ്പെട്ട ഹമ്മാദ് ബിൻ സലമ റാവികൾപ്പെട്ട മഹാനാണ്. ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ആര് എന്ത് പറഞ്ഞാലും അവരൊരു ഹദീസ് പറഞ്ഞാൽ ആ ഹദീസ് പേക്കൂല എന്നവരുടെ വാദം. അങ്ങനെ ആര് അത് നിങ്ങൾ പറഞ്ഞ് പേച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ തിരുത്താനും തയ്യാറാവൂല. കാരണം അത്രയും ഇത്ഖാനുള്ള മഹാനാണ് ഹമ്മാദ് ബിൻ സലമ എന്ന മുഹദ്ദിസ്. ഒരു ദിവസം അവരുടെ ശിഷ്യനായ അഫ്ഫാൻ എന്നവർ പറയാണ്, അവർക്ക് പേവ് സംഭവിച്ചു പോയി. ഒരാൾ പറഞ്ഞാലും ഇന്നോട്ട് ഇന്നതുണ്ട് എന്ന് പറഞ്ഞാലൊന്നും മടങ്ങൂല. അങ്ങനെയുള്ള ഹമ്മാദ് ബിൻ സലമക്ക് തെറ്റുപറ്റിയപ്പോൾ അദ്ദേഹത്തോട് പറയപ്പെട്ടു സദസ്സിലുള്ള ശിഷ്യന്മാർ, ഇതിൽ നിങ്ങൾക്ക് എതിരായി പലരും പറയുന്നുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞത് മറ്റുള്ളവർക്ക് എതിരാണല്ലോ എന്നർത്ഥത്തിനക്ക് അത് ഖൂലിഫ്തഫി ഫഖാല. അപ്പം ഹമ്മാദ് ചോദിച്ചു, മൻ, ആരാണ് ഞാൻ പറഞ്ഞതിൻ്റെ എതിരായിട്ടൂടെ പറഞ്ഞിട്ടുള്ളത്? ഖാലു, അവർ പറഞ്ഞു, ഹമ്മാദ് ബിൻ സയ്യിദ്. ഒന്ന് ഹമ്മാദ് ബിൻ സയ്യിദാണ് എന്ന് പറഞ്ഞു. ഇത് ഹമ്മാദ് ബിൻ സലമേ അവരോട് പറയാണ്, ഹമ്മാദ് ബിൻ സയ്യിദ് നിങ്ങൾ പറഞ്ഞതിലാ പറഞ്ഞത്. ഫലം യൽതഫിസ്, ഹമ്മാദിന് പോയി പണി നോക്കട്ടെ എന്നുള്ളവർക്ക് തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ അവരോട് പറഞ്ഞു, ഇന്ന ഇസ്മായിൽ ബിൻ ഉലയ്യ യുഖാലിഫുക. ഇസ്മായിൽ ബിൻ ഉലയ്യ അവർ നിങ്ങൾക്കെതിരാണ് ഈ പറഞ്ഞ വിഷയത്തിൽ, ഈ ഹദീസിൽ നിങ്ങളെതിരായിട്ടാണ് പറഞ്ഞത്. ഫഖാമ, ഇസ്മായിൽ ഇബ്നു ഉലയ്യ പറഞ്ഞതിന് എതിരാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പം അമ്മാം സൽബൈനേറ്റു ഒതഖല, ലൈബ്രറി പോയി. എന്നിട്ട് അവിടെയുള്ള കുറിപ്പാത്തെല്ലാം കിതാബുകളെല്ലാം പരിശോധിച്ചു. പിന്നെ തിരിച്ചു വന്നു. ഫഖാല അൽ ഖൗലു മാ ഖാല ഇസ്മായിൽ. ഇസ്മായിൽ ഇബ്നു ഉലയ്യ പറഞ്ഞത് എന്തുണ്ടോ അതന്നെയാണ് ശരി, ഞാൻ പറഞ്ഞത് തെറ്റാണ്. ഇസ്മായിൽ ഇബ്നു ഉലയ്യ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയാണ്, ഇസ്മായിൽ ഇബ്നു ഉലയ്യ അടക്കമുള്ള മഹാന്മാരെ സംബന്ധിച്ച്, ലൗലാ ഖംസത്തുൻ മത്തജർതു, 5 ആൾ ഇന്ന് ഇവിടെ ലോകത്തോടെ ഇല്ലെങ്കിൽ ഞാൻ കച്ചവടത്തിന് നടക്കൂല. വലിയ അറിയപ്പെട്ട കച്ചവടക്കാരനാണ്, വലിയ കച്ചവടത്തിൽ ബർക്കത്തുള്ളവരാണ്, വലിയ മുതലാളിയാണ് ഇബ്നു അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു. അവർ ചരിത്രം മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. അവർ പറയാണ്, 5 ആളില്ലെങ്കിൽ ഞാൻ കച്ചവടത്തിന് നടക്കൂല, ഞാൻ മുഹദ്ദിസായി ഹദീസ് പറഞ്ഞു കൊടുക്കാൻ നിൽക്കും. കാരണം എൻ്റെ അടുത്തുള്ള ഹദീസുകളെല്ലാം ഉള്ള 5 ആളുകളുണ്ട്, അതുകൊണ്ട് ഞാൻ കച്ചവടത്തിന് നടക്കുന്നത്. ആരൊക്കെ? സുഫിയാൻ ഇബ്നു ഉയൈനയും സുഫിയാനു സൗരിയും ഫുളൈൽ ഇബ്നു ഇയാദും ഇബ്നു സമ്മാക്കും ഇബ്നു ഉലയ്യയും അബ്ദുല്ലാഹി ഇസ്മായിൽ ഇബ്നു ഉലയ്യ. ഈ 5 ആളില്ലെങ്കിൽ ഞാൻ കച്ചവടത്തിന് നടക്കൂല. എന്നിട്ടോ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു കച്ചവടത്തിന് പോവുകയും അവർ ഈ 5 ആളുകൾക്കൊടുമായി നല്ല ബന്ധം പുലർത്തുകയും അവർക്ക് സാമ്പത്തികമായുള്ള സഹായം നൽകുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇസ്മായിൽ ഇബ്നു ഉലയ്യ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു വന്നപ്പം ആളോട് പറയപ്പെട്ടു, ഇസ്മായിൽ ഇബ്നു ഉലയ്യ പഴയ ആളല്ല, അത് വലിയ
ഇബ്നു ഉലയ്യ അൽ ഖളാ. ഇബ്നു ഉലയ്യ ഖാദിയ സ്ഥാനം ഏറ്റെടുത്തിട്ടുണ്ട്. ഇബ്നു ഉലയ്യനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അബ്ദുല്ലാഹി മുബാറക്കിനോട് പറയാണ്, മൂപ്പർ ഖാദി സ്ഥാനം ഏറ്റെടുത്തു. ഫലം യഅതി, ഒരിടത്തിലേക്ക് ചെന്നില്ല. ഫലം യസിൽഹു, സാധാരണ കൊടുക്കണ മാതിരി ഒന്നും കൊടുത്തതുമില്ല. അപ്പം ഇബ്നു ഉലയ്യ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹുവിലേക്ക് വാഹനം കയറി ചെന്നിട്ട് അവരത് സദസ്സിലെത്തിയിട്ട് അവരിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല, മുണ്ടിയതുമില്ല, അനങ്ങിയില്ല. ഫലം യർഫഇ ബിഹി റഅ്സാ ഫൻസറഫ അബ്ദുല്ലാഹി ഇസ്മായിൽ ഇബ്നു ഉലയ്യ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി മുബാറക്കിൻ്റെ അടുത്ത് നിന്ന് തിരിച്ചു പോന്നു. ഒന്നും അവർ മുണ്ടാനേ തയ്യാറല്ല. ഫലമ്മാ കാന മിനൽ ഗദി, പിറ്റേന്നായപ്പോൾ അബ്ദുല്ലാഹിബിന് മുബാറക് റളിയല്ലാഹു അൻഹുവിലേക്ക് ഇബ്നു ഉലയ്യ റളിയല്ലാഹു അൻഹു എഴുത്ത്. എന്താ എഴുത്തിലുള്ളത്? ഞാൻ നിങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, നിങ്ങളൊന്ന് കാണാൻ വേണ്ടി. നിങ്ങൾ വന്നില്ല. പിന്നെ നിങ്ങൾ അടുക്കലേക്ക് ഞാൻ വന്നു, നിങ്ങൾ എന്നോട് സംസാരിച്ചതുമില്ല. ഫമാ റഅയ്ത മിന്നി, എന്താ എന്നിൽ നിങ്ങൾ കണ്ടത്? അതിന് മാത്രമല്ല തെറ്റെന്താ ഞാൻ ചെയ്തത്? സാധാരണ വരുമ്പോൾ എൻ്റെ അടുക്കലേക്ക് വന്നില്ല, ഞാൻ കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. ഞാൻ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി നിങ്ങളുടെ അടുക്കലേക്ക് വന്നു, നിങ്ങൾ മുണ്ടിയതും സംസാരിച്ചത് പോലുമില്ല. എന്താ എൻ്റെ പ്രശ്നം? അപ്പം ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയാണ്, യഅബാ ഹാദർ റജുലു ഇല്ലാ അൻ നകുസുറ ലഹുൽ അസാ. ഈ മനുഷ്യന് അബ്ദുല്ലാഹി മുബാറക് പറയാണ്, ഈ മനുഷ്യനിക്ക് നമ്മൾ വടിയെടുത്ത് പൊട്ടിച്ചെങ്കിൽ തന്നെ ഇയാൾ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരിലേക്ക് ഒരു എത്തിവിടുക. എന്താ വെത്ത്? യാ ജാഇലൽ ഇൽമി ലഹു ബാസിയ യസ്താദു അംവാലൽ മസാകീനി ഇഹ്തൽത ലിദ്ദുനിയാ വലദ്ദാതിഹാ ബിഹീലത്തിൻ തദ്ഹബു ബിദ്ദീനി ഐന റിവായാതുക ഫീ സർദിഹാ അൻ ഇബ്നി ഔനി വബ്നി സീരീനി ഫസിർത മജ്നൂനൻ ബിഹാ ബഅദമാ കുൻത ദവാഅൻ ലിൽ മജാനീനി ഇൻ ഖുൽത ഉക്രിഹ്തു ഫമാദാ കദാ സല്ലാഹി ഇമാറുൽ ഇൽമി ഫിത്തീനി എന്ന് പറയുന്ന ബൈത്തിലൂടെ ചെയ്തത്. ഇൽമിനെ ജനങ്ങളുടെ പാവപ്പെട്ടവരുടെ മുതലിനെ വേട്ടയാടുന്ന പരുന്താക്കിയ മനുഷ്യ. നിസ്കീമാരായ സാധുക്കളുടെ മുതലിനെ വേട്ടയാടുന്ന പരുന്താക്കി ഇൽമിനെ. ദുന്യാവിനും ദുന്യാവിൻ്റെ ആഡംബരങ്ങൾക്ക് വേണ്ടി നീ യുക്തി പ്രയോഗിക്കൽ തുടങ്ങി, അത് നിന്റെ ദീനും കൊണ്ടേ പോവുള്ളൂ. അയ്ന റിവായാതുക ഫീ സർദിഹാ അൻ ഇബ്നി ഔനി വബ്നി സീരീനി. ഇബ്നു സീരീന് ഇങ്ങനെയുള്ള മഹത്വമഹാന്മാരെ തൊട്ട് നിങ്ങൾ ഹദീസ് പറയുന്നവരായിരുന്നു. ആ ഹദീസൊക്കെ ഇപ്പോൾ എവിടെ പോയി? ഫസിർത മജ്നൂനൻ ബിഹാ ബഅദമാ കുൻത ദവാഅൻ ലിൽ മജാനീനി. ഭ്രാന്തന്മാർക്ക് മരുന്നായിരുന്നു നിങ്ങൾ, ഇപ്പം ഭ്രാന്തന്മാർക്കുള്ള മരുന്ന് ആണ് പകരം നിങ്ങൾക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചവരായില്ലേ. ഇൻ ഖുൽത ഉക്രിഹ്തു ഫമാദാ കദാ സല്ലാ ഹിമാറുൽ ഇൽമി ഫിത്തീനി. നിങ്ങൾക്ക് പറയാണ്ടാലെന്താ? എന്നെ ഹാറൂൻ റഷീദിൻ്റെ കാലത്താണ്, ഹാറൂൻ റഷീദാണ് ഭരണാധികാരി, അവർ എന്നെ നിർബന്ധിച്ചിട്ട് ഞാൻ ഖലീഫ ആയതാണ്. ഞാൻ പൂതിയെ വെച്ച് ആഗ്രഹിച്ച് ഒരാളെടുത്തേക്കും എന്നെ കാദിയാക്കണം എന്ന് പറഞ്ഞ് പോയിട്ടില്ല, അപേക്ഷ പോയിട്ടില്ല. എൻ്റെ പിന്നിൽ കലാസ്ഥാനം വന്നതാണ്. അപ്പോൾ പറയാ, ഇങ്ങനെ തന്നെയാണ് ഇൽമിനെ ഏറ്റിയ കൈതകള് മണ്ണിൽ വെഴുതിവുകല്. അത് മനസ്സിലാക്കിക്കോ എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു അവർക്ക് എഴുതി കൊടുത്തു. ഇന്നത്തെ കാലത്ത് ചിന്തിക്കണം. ഇന്നത്തെ കാലത്ത് 1 മഹല്ലല്ല, 2 മഹല്ലല്ല, 10 മഹല്ലല്ല, 100 മഹല്ലല്ല, 1000 മഹല്ലല്ല, ലോകം മുഴുവൻ ഒരാളെ കാദിയാക്കാൻ അവരത് സ്വീകരിക്കാനും ആളുകൾ ആക്കാനും തയ്യാറാണ്.
ഇവിടുത്തെ ഒരു രസമുള്ള സംഭവം എന്താ, കാളി ആവണമെങ്കിൽ കാളി എന്ന് പറഞ്ഞ വാക്കർത്ഥം തന്നെ എന്താ, വിധി പറയുന്നു, ഇസ്ലാമിൻ്റെ വിധി പറയുന്നു. ഇസ്ലാമിൻ്റെ വിധി പറയുക എന്നുള്ള സ്ഥാനം ഏൽക്കണവനക്ക് അത് വിധി അറിയണോ അറിയണ്ടേ, അതിന് കച്ചറുണ്ടാവും കാലാണിപ്പോൾ. അത് അറിയൊന്നും വേണ്ട, വിധിയാണ് പറഞ്ഞാൽ മതി, കാളിയാണ്ടായാൽ മതി. ഇങ്ങനെല്ലാം ന്യായീകരിച്ച് കിടക്കുന്ന ന്യായീകരിക്കുന്ന ആളുകളുടെ കാലത്താണ് നാം ഉള്ളത്. ഒരു മസാഫത്തുൽ അതുവയിലൊരു കാളി വേണം. രാവിലെ പോയാൽ വൈകുന്നേരം തിരിച്ചു വരുന്നിടത്തേക്ക് ഒരു കാളി വേണം. ഇന്ന് അങ്ങനെയല്ല, വൈകുന്നേരം പോയാലും മാസങ്ങളോടെ നടന്നാലും കാതിനെ കാണൂല്ല, എന്നിടത്ത് കാതില്ലതാണോ. ഓരോരോ മഹല്ലേർ ബയ്യത്ത് ചെയ്യുന്നിടത്ത് ആ മഹല്ലിൽ തന്നെ വേണം കാളി. എവിടെങ്കിലുമുള്ള കാലിക്ക് ഈ മഹല്ലിലും മറ്റൊരു മഹല്ലിലും ബയ്യത്ത് ചെയ്ത കാളിയാണെങ്കിൽ പോലും ഓരോരോ മഹല്ലിലും ആ മഹല്ലിൽ വന്ന് കാളി പറയണം നിയമങ്ങൾ. എന്നാ പിന്നെ ഞങ്ങൾ നായിബ് കാളിനാക്കുന്നുണ്ട്. എന്തിനാപ്പം ഇവിടെ ഇത്ര തോനെ കാളിമാരാവശ്യം? ജനങ്ങളുടെ മുതലിനെ വേട്ടയാടുന്ന പരുന്തുകളല്ലാതെ എന്തിനാണ് ഇവിടെ പരുന്താവാനല്ല എന്തിനാ കാളി? കാളിമാർക്ക് അവരുടെ മഹല്ലിൽ നിന്ന് ഒരു പണം ഹദിയയും സ്വീകരിക്കാൻ പാടില്ല എന്നല്ലേ. അന്ന് പെരുന്നാൾക്ക് വലിയൊരു നാൾക്ക് അധികമാരിലും കാളിമാർക്ക് പിരിവ്. കാളിമാർക്ക് പിരിവില്ലാത്ത മഹല്ല് വളരെ തുച്ഛം. നിക്കാഹ് നടക്കുകയാണെങ്കിൽ അവിടെ പിരിവ്. ഇങ്ങനെ എല്ലാ സ്ഥലത്തും പിരിവ് നല്ലോണം കിട്ടുന്നു. അതിൻ്റെ പേരിലല്ലേ ഈ കാളിയാവാനുള്ള തിരക്ക് വരുന്നത്, അതിനു വേണ്ടി വാശി പിടിക്കുന്നത്. എന്നിട്ട് പറയും ഞാൻ ആരോടും കാളിസ്ഥാനം ചോദിച്ചിട്ടില്ല, അതിന് ഏജന്റുമാരാക്കിയിട്ടേ ഉണ്ടാവുള്ളൂ. എല്ലാവരും ഏജന്റുമാരാക്കുക, കാളിസ്ഥാനം കിട്ടുമോ നോക്കാൻ. പേപ്പറിൽ പരസ്യം കൊടുക്കുകയാണ്, ഇന്ന ദിവസം ഇന്നോടത്ത് ഇന്ന ആൾ വരുന്നുണ്ട്, കാളിയാക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ വന്ന് കാളിയാക്കിക്കോളി. ഇത് ചില്ലറ കുട്ടിക്കളിയാന്നാ വിചാരിച്ചിരുന്നത് ആൾക്കാർ. വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. വേണ്ട, ഇപ്പം ഇൽമും വേണ്ടെന്ന് പറഞ്ഞത്. ഇസ്ലാമിൻ്റെ വിധി പറയേണ്ട ആളുകൾക്ക് വിധി വേണ്ട, വിധി പറയാനുള്ള സ്ഥാനം ഏറ്റെടുക്കണവനക്ക് അറിവ് വേണ്ട. അവൻ ആ സ്ഥാനം കിട്ടിയാൽ പിരിവ് കിട്ടിയാൽ മതി, പരുന്താവാൻ അത് വേണ്ടല്ലോ എന്നാ. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്ന ഇൽമിനെ ആക്കുന്നവന്, ജനങ്ങളുടെ മുതലിനെ വേട്ടയാടുന്ന പരുന്താക്കണവനെ, പരുന്താക്കാൻ ഇൽമും വേണ്ട. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു ഇസ്മായിൽ ഇബ്നു ഉലയ്യയിലേക്ക് ഇങ്ങനെ എഴുതി വിട്ടപ്പം അവരെന്താ, കാളിസ്ഥാനം വഹിക്കുന്ന അതേ കസാരയിൽ നിന്ന് ഒരൊറ്റ പോക്കാണ്. എന്നിട്ട് ഹാറൂൺ റഷീദിന്റെ അടുക്കലേക്ക് മര്യാദയില്ലാത്ത മുന്നിലേക്ക് ഓടിച്ചെല്ലാണ്. ഓടിച്ചെന്നിട്ട് പറയാണ്, ഇർഹം സൈബത്തി, പഠിച്ചോനെ പേടിക്ക്, എൻ്റെ ഈ നേരെ ഒന്ന് റഹ്മത്ത് ചെയ്യണേ. ഞാൻ ഈ കാളിസ്ഥാനത്തിൻ്റെ മേൽ ഞാൻ ക്ഷമിക്കൂല. ഓരോരോ നാട്ടിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് വേണ്ടതുപോലെ ചെയ്യാൻ എന്നെ കൊണ്ട് സാധ്യമല്ല, ഇന്നെ ഒഴിവാക്കി തരണം. അപ്പൊ ഹാറൂൺ റഷീദ് ചോദിച്ച ചോദ്യം എന്താലോ, ഈ ഭ്രാന്തൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അബ്ദുല്ലാഹി മുബാറക്കിനെയാണ്. ഈ ഭ്രാന്തൻ നിങ്ങളെ ഇതിൻ്റെ എതിരായി പ്രേരിപ്പിച്ചിട്ടുണ്ടാവില്ലേ എന്ന് പറയുകയും ഹാറൂൺ റഷീദ് അവരെ അതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുക, അധിസ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹുവിനേറ്റ് നല്ല സൗഹാർദ്ദത്തിലായി ജീവിച്ചു ഇസ്മായിൽ ഇബ്നു ഉലയ്യ. വളരെ പഠനാർഹമാണ് മഹാന്മാരെ ചരിത്രം. ഈ ചരിത്രം ഉൾക്കൊണ്ട് ജീവിക്കണം, എന്നാലേ നമ്മുടെ നാട് നന്നാവുള്ളൂ. അല്ലാഹു തആല നന്മ നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. അപ്പോൾ ഇസ്മായിൽ ഇബ്നു ഉലയ്യയാണ് രണ്ടാമത്തെ റാവി. അവർ കഴിഞ്ഞാൽ അടുത്തത് അൻ അബ്ദുൽ അസീസ് ഇബ്നു സുഹൈബിൻ. അബ്ദുൽ അസീസ് ഇബ്നു സുഹൈബ് എന്നവരാണ്. ബുനാനി ആണ്. അബ്ദുൽ അസീസ് ബുനാനി എന്നവരെ പറ്റി പറയും. ബുനാനി കബീലക്കാരിൽ നിന്ന് ഇസ്കല്ലി വിട്ട അടിമയായി മോചിപ്പിച്ചവരാണ് അവർ. മൗലയാണ്, താബിഈയാണ്. അനസ് റളിയല്ലാഹു അൻഹുവിനെ കേട്ടു ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുമാണ്. ശോഭനെ തൊട്ടും റിവായത്ത് ചെയ്തിട്ടുണ്ട്.
ഷുഅൈബ അവരെ തൊട്ട് ഹദീസിൽ വാറ്റി തരുന്നു. ഷുഅൈബിൻ്റെ ഷുഅൈബ ഇവരെ ശിഷ്യനാണ്. ഹുവ ഇന്ദി ഫി അനസിൻ അഹബ്ബു ഇലയ്യ മിൻ ഖതാദ. ഖതാദനേക്കാളും അനസിൻ്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം അബ്ദുൽ അസീസാണ് എന്ന് ഷുഅൈബ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഷുഅൈബ റളിയല്ലാഹു അൻഹു അല്ല, അബ്ദുൽ അസീസ് എന്നവർ മുഹദ്ദിസീങ്ങളുടെ ഇടയിൽ തർക്കമില്ലാത്ത ആളാണ്. മുഹദ്ദിസ് ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള വിഷയത്തിൽ. പിന്നെ ആദം ബിൻ ഇയാസ് എന്നവരാണ് നാലാമത്തെ ആൾ. അവരെ പറ്റി മുമ്പ് ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. അഞ്ചാമത്തെ ശുഅബത്ത് ബിൻ ഹജ്ജാജ്, അവരെ പറ്റിയും ചർച്ച ചെയ്തിട്ടുണ്ട്. ആറാമത്തെ ഖത്താദ, അവരെ പറ്റി നമ്മൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഏഴാമത്തെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അവരെ സംബന്ധിച്ചും കുറച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമാൻ. എന്താണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്? അവിടെ ഒരു ഹ എന്നുള്ള പ്രയോഗമുണ്ട്. തഹ്വീൽ, ഒരു സനദിൽ നിന്ന് മറ്റൊരു സനദ്, ഒരു സനദ് പറഞ്ഞിട്ട് വെച്ചിട്ട് അതേ മറ്റൊരു സനദ് അവർ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂട്ട് മാറ്റമാണത്. എനിക്കാണ് ഹ. എന്താ കാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യുമിനു അഹദുക്കും, നിങ്ങളിൽപ്പെട്ട ഒരാളും മുഅ്മിനാവൂല, ഹത്താ അകൂന, ഞാനാകുന്നവരേക്കും, അഹബ്ബ ഇലൈഹി, അവനിലേക്ക് ഏറ്റവും ഇഷ്ടമാക്കപ്പെട്ടവനാകുന്നവരേക്കും, മിൻ വാലിദിഹി, അവന് ജന്മം നൽകിയവരെക്കാളും, വവലദിഹി, അവൻ ജന്മം നൽകിയവനേക്കാളും, വന്നാസി അജ്മഈൻ, എല്ലാ മനുഷ്യന്മാരെക്കാളും. ഈ എല്ലാ മനുഷ്യൻ എന്ന് പറഞ്ഞതിൽ ബഹുമാനപ്പെട്ട അല്ല അവൻ്റെ സ്വന്തം നഫ്സും ഉൾക്കൊള്ളും, ലോകത്തുള്ള സർവ്വ വസ്തുക്കളെക്കാളും എന്നർത്ഥത്തിനാണ് വന്നാസി അജ്മഈൻ എന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി കുറേ കാര്യങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തുണ്ടാവാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനിനെ വളരെ സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ച കാര്യങ്ങൾ മുഴുവനായി സുന്നത്തായും വാജിബായും കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സുള്ളവനായിരിക്കണം. കഴിയുന്നത് മുഴുവനും ചെയ്യാൻ അവൻ തയ്യാറായിരിക്കണം. റസൂലുള്ളാഹി ഒഴിവാക്കാൻ പറഞ്ഞതും നിർബന്ധമായും കറഹത്തായും ഒഴിവാക്കാൻ പറഞ്ഞതിനെ, ഹറാമാക്കിയതിനെയും കറഹത്താക്കിയതിനെയും ഖിലാഫുൽ ഔലിയാക്കിയതിനെയും എല്ലാം നബി തങ്ങൾ വിരോധിച്ചത് മുഴുവനും ഒഴിവാകാനും തയ്യാറാവണം. അതിനുള്ളൊരു മനസ്സോന് വേണം. ഓനാണ് അഹബ് എന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടവൻ. നബി തങ്ങൾ എന്ത് പറഞ്ഞോ അത് മുഴുവനും സ്വീകരിച്ച് അത് അമൽ ചെയ്യേണ്ട കാര്യങ്ങൾ അമൽ ചെയ്ത് അതിനനുസരിച്ച് ജീവിക്കുന്നവൻ. ആ ജീവിക്കൽ എത്രത്തോളം അതിലേക്ക് ഇതെന്നോട് എൻ്റെ റസൂൽ, എൻ്റെ നേതാവ്, എൻ്റെ റസൂല്, എൻ്റെ ഹബീബ് കൽപ്പിച്ചതാണ്, അതേ ഞാൻ ചെയ്തോടൂ. ഒരു കാര്യം വരുമ്പോൾ അതെൻ്റെ ഹബീബ് വിരോധിച്ചതാണ്, ഞാനത് ചെയ്യൂല എന്നുള്ള തീരുമാനത്തിൽ എത്തിയവൻ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹിച്ചവനാവുള്ളൂ എന്നെല്ലാം പറഞ്ഞതിൻ്റെ ശേഷം ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഫത്ഹുൽ ബാരിയിൽ പറയാണ്, വഫീ ഹാദൽ ഹദീസി ഈമാഉൻ ഇലാ ഫളീലത്തി തഫക്കുരി, ഈ ഹദീസിൽ ചിന്തിക്കലിൻ്റെ പ്രത്യേകതയിലേക്ക് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ചിന്ത വേണം. എന്താ ചിന്ത? ഫഇന്നൽ അഹബ്ബിയത്തൽ മദ്കൂറ തുഅറഫു ബിഹി, നബി തങ്ങൾ ഏറ്റവും അവൻ ഇഷ്ടം വച്ച ആളാണ്, ഇവൻ സ്നേഹിക്കുന്ന ആളാണ്, റസൂലാണ് എന്നുള്ളത് അറിയണമെങ്കിൽ ചിന്ത വേണം. എന്താണ് ആ ചിന്ത? വദാലിക അന്ന മഹബൂബൽ ഇൻസാൻ ഇമ്മാ നഫ്സുഹു വ ഇമ്മാ ഗൈറുഹാ, ഒരു ഇൻസാന്റെ മഹബൂബായിട്ടുള്ള സംഗതി ഒന്നിരിക്കൽ ഓൻ്റെ തടിയാവാം, അല്ലെങ്കിൽ അല്ലാത്തതാവാം. അമ്മാ നഫ്സുഹു ഫഹുവ അൻ യുരീദ ദവാമ ബഖായിഹാ, അവൻ്റെ നഫ്സാകുക, അതിനർത്ഥം എന്താ? അവൻ്റെ നഫ്സിൻ്റെ ബക്കാവ് എന്നെന്നും നിലനിൽക്കണം. സാലിമത്തൻ മിനൽ ആഫാത്ത്, തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാ ആഫത്തുകളെ തൊട്ടും രക്ഷപ്പെട്ടതായിട്ട്. വദാഹു ഹഖീഖത്തുൽ മത്ലൂബ്, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ലക്ഷ്യം അതാണ്, യാതൊരു ആഫത്തുമില്ലാതെ നാളെ മഹ്ശറയിൽ വെച്ച് രക്ഷപ്പെടണം എന്നുള്ളതാണ്. വഅമ്മാ ഗൈറുഹാ فإذا حقق الأمر فيه فإنما هو بسبب تحصيل نفع ما على وجوهه المختلفة حالا ومآلا. ഇനി മറ്റൊന്ന് ഇവനിക്ക് അഹബാക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവനിക്ക് എന്തെങ്കിലും
ഇപ്പോഴോ മറ്റുള്ള സമയത്തോ എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുക എന്നുള്ളതിലേക്ക് മാത്രമാണ്. അവൻ്റെ മകന് അവൻ സ്നേഹിക്കുന്നുവെങ്കിൽ ആ മകൻ അവൻ്റെ ഇഷ്ടനാവണമെങ്കിൽ അവനിൽ നിന്ന് എന്തെങ്കിലും കാര്യമായ പ്രതീക്ഷ, ഇവനിക്ക് പേരും പെരുമയും നൽകുന്ന നിലക്ക് അവനായി വരിക എന്നുള്ളതാണ്. വിശദമായ വിഷയം ഞാൻ കടക്കുന്നില്ല. فإذا تأمل النفع الحاصل له من جهة الرسول صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തിൽ നിന്നൊരു മനുഷ്യനിക്ക് ലഭിക്കുന്ന ഉപകാരം, അല്ലദീ അഖ്റജഹു മിൻ ദുലുമാത്തിൽ കുഫ്രി ഇലാ നൂരിൽ ഈമാൻ, കുഫ്റാകുന്ന ഇരുട്ടിൽ നിന്ന് ഈമാനാകുന്ന പ്രകാശത്തിലേക്ക് അവനെ പുറപ്പെടുവിച്ചു എന്ന് റസൂലുള്ളാഹ്. ഇമ്മാ ബിൽ മുബാശറത്തി, ഒന്നിരിക്കൽ നേരിട്ട്, വഇമ്മാ ബിസ്സാബി, ഒന്നിരിക്കൽ നബി തങ്ങൾ കാരണമായിട്ട്. നേരിട്ട് സഹാബത്ത് അതുപോലെയുള്ള മഹാന്മാർ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഖ്റത്തിൽ ദർശിക്കുന്നവർ, അല്ലെങ്കിൽ നബി തങ്ങൾ വന്നതിൻ്റെ ശേഷം സബബായും കൊണ്ട് അലിമ അന്നഹു സബബു ബഖാഇ നഫ്സിഹി അൽ ബഖാ അൽ അബദിയ ഫി നഈമി സർമദി, സർമതിയായ ശാശ്വതമായ അനുഗ്രഹത്തിൽ അവൻ്റെ നഫ്സ് ബാക്കിയാവലിക്കുള്ള കാരണം നബിയാണെന്ന് അവൻ അറിയും. വഅന്ന നഫ്അഹു ബിദാലിക അഅ്ളമു മിൻ ജമീഇ വജൂഹിൽ ഇൻതിഫാഅത്ത്, ഏതെല്ലാം ഉപകാരങ്ങളുണ്ടോ അതിൽ വെച്ച് ഏറ്റവും വലിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കിട്ടുന്ന ഉപകാരമാണെന്നും അവൻ അറിയും. ഫസ്തഹഖ ലിദാലിക അൻ യകൂന മിൻ മഹബ്ബതിഹി ഔഫറ മിൻ ഗൈരിഹി, ആ നിലക്ക് ഒരു മനുഷ്യനിക്ക് അവൻ്റെ നഫ്സിനിക്ക് ഈ സ്വന്തമായിട്ട് ഉയരാനും മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഉപകാരവും എല്ലാം കിട്ടലിനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണെന്നറിയുമ്പോൾ പിന്നെ ആ നബി തങ്ങളുള്ള സ്നേഹം അവനിക്ക് മറ്റുള്ള സ്നേഹത്തിനേക്കാൾ ഏറ്റവും പൂർണ്ണമായതായി വരും. ഔഫറ മിൻ ഗൈരിഹി, لأن النفع الذي يثير المحبة حاصل منه أكثر من غيبه، لأن النفع الذي يثير المحبة حاصل منه أكثر من غيره. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടിയതായ ഉപകാരം മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഉപകാരത്തിനേക്കാൾ വളരെ കൂടുതലാണ്. അത് തന്നെയാണ് മറ്റൊരാളെ സ്നേഹിക്കലിനുള്ള കാരണവുമായി വരുന്നത്. ചിന്തിക്കേണ്ട വിഷയമാണ്. വലാകിൻ الناس يتفاوتون في ذلك باستغلال ذلك والغفلة عنه, പക്ഷേ ജനങ്ങൾ ആ വിഷയത്തിൽ വ്യത്യസ്തരാണ്. ഈ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗ്രഹിച്ച് ആ മഹ്ശറിനെ സംബന്ധിച്ച്, റസൂലുള്ളാഹിന്റെ ഹൗദിനെ സംബന്ധിച്ച്, റസൂലുള്ളാഹിന്റെ ശഫാഅത്തിനെ സംബന്ധിച്ച്, സ്വർഗത്തിൽ ലഭിക്കുന്ന അനുകൂലങ്ങൾ, സിറാത്ത് പാലത്തിനെ സംബന്ധിച്ച് ഇതെല്ലാം വേണ്ടതുപോലെ ചിന്തിച്ച് മനസ്സിലാക്കുന്നതിൽ ജനങ്ങൾ ഗഫ്ലത്തിന്റെ വിഷയത്തിലും ചിന്തിക്കുന്ന വിഷയത്തിലും വ്യത്യസ്തരായത് കൊണ്ട് തന്നെ അവർ പല നിലക്കുള്ള മഹബത്തുകാരാണ്. വലാ ശക്ക അന്ന ഹല്ല സ്വഹാബത്തി റളിയല്ലാഹു അൻഹും മിൻ ഹാദൽ മഅനാ അത്തമ്മു, യാതൊരു സംശയവുമില്ല സ്വഹാബത്തിനുള്ള ഹല്ല് അത്തമ്മാണ്. അത് പലപ്പോഴും അവരത് ബോധ്യപ്പെടുത്തിയതുമാണ്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നതിൻ്റെ തൊട്ട് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കണ്ടില്ലേ, നബിൻ്റെ സ്വഹാബത്ത് മറ്റൊരാളെ സ്നേഹിക്കുന്നത് പോലെ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അതൊരു വല്ലാത്ത സ്നേഹമായിരുന്നു. കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ മനസ്സിലാക്കിയവരായിരുന്നു. അതാണ് നബി തങ്ങളെ മനസ്സിലാക്കി ചിന്തിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നബി തങ്ങൾ ഏറ്റവും അറിവുള്ളവരാവുക. കാരണം നബി തങ്ങൾ ഏറ്റവും അറിഞ്ഞവരാണ്. വഹും ബിഹാ അഅലമു വല്ലാഹുൽ മുവഫ്ഫിഖ്. ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചതായ എല്ലാ മഹാന്മാർക്കും ആ ഒരു പ്രത്യേകത ലഭിച്ചവരാണ്.